കപ്പ ബിരിയാണി പോലൊരു ചക്ക ബിരിയാണി. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക നല്ല മഞ്ഞളും ഉപ്പിട്ടിട്ട് വേവിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിനകത്ത് ചിക്കൻ വേവിച്ച് വെക്കാം. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചക്കയിലോട്ട് നമ്മുടെ ഈ ചിക്കൻ കറി ഇട്ടിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക. ആ കുഴയിലാണ് അതിൻ്റെ രസം ഇരിക്കുന്നത്. അങ്ങനെ നല്ലോണം കുഴച്ച് കൊടുക്കുക. നല്ലൊരു സെറ്റ് ആകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. നല്ല ചിക്കൻ്റെയും ചക്കയുടെയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലൊരു മണം വരും. നല്ല മണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു. കാണാനും കൊള്ളാം, നല്ല മണവും, അടിപൊളി. അപ്പോൾ ഉണ്ടാക്കിയ ആൾക്ക് തന്നെയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്, അമ്മയ്ക്ക്. അപ്പോൾ അമ്മയുടെ മുഖത്തൊരു സങ്കടമുണ്ട്. എന്താ വെച്ചാൽ ഈ കൊല്ലത്തെ അവസാനത്തെ ചക്കയാണ് മക്കളെ ഇത് തിന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പിന്നെ ഞാൻ തിന്നു നോക്കി. എനിക്ക് മറ്റേ നമ്മുടെ പൂളയൊക്കെ വെച്ചിട്ടുണ്ടാക്കണം അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ചൂടാറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ.